ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ ദിവസം അതാ ഇവിടെ തുടങ്ങായിട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കൈപ്പത്തിരിയും അതുപോലെ തന്നെ മീൻ കറിയായിരുന്നു കേട്ടോ. ഈ ഒരു കൈപ്പത്തിരിക്ക് ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കട്ടിപ്പത്തിരി എന്നാണ് പറയുന്നത് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അരിപ്പൊടിയും അതുപോലെ തേങ്ങയൊക്കെ ചേർത്തിട്ട് മാവ് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു വാഴയുടെ ഇലയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറിലൊക്കെ വെച്ചിട്ട് കൈ വെച്ചിട്ട് പരത്തിയെടുക്കും. എന്നിട്ട് ഇതുപോലെ പാനിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് കൊടുക്കാം കേട്ടോ. കയറി ചെക്ക് ചെയ്യണേ. ഈ ഒരു കട്ടിപ്പത്തിരിയുടെ കൂടെ നമുക്ക് കറികളൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നമ്മളുടെ ഈ ഒരു പത്തിരിക്ക് ടേസ്റ്റും കൂടും. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പത്തിരിയുടെ കൂടെ മീൻ കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഫ്രിഡ്ജിൽ 2 അയില ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മീൻ കറിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇവിടെ പൊതുവെ എല്ലാവർക്കും ഈ ഒരു പത്തിരിയുടെ കൂടെ മീൻ കറിയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനിന്ന് മീൻ കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ കറിയും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പത്തിരികൾ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്ക് മീൻ കറി റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതിയും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് സവാളക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി എടുക്കാം. ചെറിയുള്ളി എടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1.5 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് കേട്ടോ 1.5 തക്കാളി ചേർത്തിട്ടുള്ളത്. വലിയ തക്കാളി ആണെങ്കിൽ 1 ചേർത്താൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതൊന്ന് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മീൻ കറി ഗ്യാസിൽ ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട്. മറ്റൊരടുപ്പിലാണ് നമ്മളുടെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്തിന് പത്തിരിയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതാ ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അധികം കറിയൊന്നും റെഡിയാക്കുന്നില്ല. കാരണം രാവിലത്തേക്ക് മാത്രമാണ്, ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണ് ഈ കറി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികമൊന്നും കറി ഇതിലേക്ക് വെക്കുന്നില്ല. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അങ്ങനെ ഇതാ കറിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പോ പുളിയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അതിലേക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എനിക്ക് അല്പം കുറവായിട്ട് തോന്നി. അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീൻ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുത്തി ഉടക്കരുത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ആ കറിയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മീൻ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കറിയിൽ ഏത് കറിയിലാണെങ്കിലും ലാസ്റ്റായിട്ട് ഇതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കറിക്ക്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക്. അങ്ങനെ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മക്കൾക്കുള്ള ലഞ്ച് റെഡിയാക്കി എടുക്കണം. അവരൊന്ന് സ്കൂളിലേക്ക് ചോറാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള കറികളൊക്കെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടൊരു ഫ്രൈ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോളിഫ്ലവർ നല്ല പോലെ തന്നെ ഒന്ന് കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് അല്പം വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ തന്നെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒറ്റ തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ചെറിയ ചെറിയ പുഴുക്കളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വിഷാംശമൊക്കെ ഈ ഒരു കോളിഫ്ലവറിൽ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കഴുകി ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തതിന് ശേഷം മസാല പുരട്ടിയെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അല്പം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തെടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി കറിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിത് അവിടെ ഒരു 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു തക്കാളിയിൽ മുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം മോനും കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്ന് ചോറ്. അതുകൊണ്ട് മുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു കോളിഫ്ലവറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് വെറുതെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ആ കോളിഫ്ലവറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ അതൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ വേഗം ഉച്ചക്കയിലേക്കുള്ള കറിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടക്ക കറിയാണ് ഇന്ന് റെഡിയാക്കുന്നത്. ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവയും കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒരു സവാളയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 വെണ്ടക്ക ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്.
ഈ ഒരു സമയത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് എത്ര കറി വേണം അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ കറി റെഡി ആയിട്ടോ. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഞാനിത് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട്. കാരണം ആ ഒരു ലഞ്ച് കഴിക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഈ ഒരു വെണ്ടയ്ക്കയിലൊക്കെ ആ പുളി നല്ല പോലെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ നമ്മളുടെ ആ ഒരു കട്ടിപ്പത്തിരിയും മീൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇനിയാണ് കേട്ടോ മെയിൻ ടാസ്ക് വരുന്നത്. രാവിലത്തെ തിരക്കുകളും പണികളൊക്കെ തീർന്നിട്ട് നമ്മളുടെ ആ ഒരു കിച്ചണും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമി പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ കിടക്കുന്നത് ഫുള്ളായിട്ട് അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതാ മീനുണ്ടായിരുന്നു, അതും അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മൊത്തം ഒന്ന് അടുക്കി പൊറുക്കി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിടണം. അങ്ങനെ അതാ അതിന് വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി നീറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. അങ്ങനെ അതൊക്കെ അവിടെ ചെയ്ത് ഫുള്ളായിട്ടൊന്ന് നീറ്റാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വിടുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ മീനൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂരമീനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം മക്കളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ വേണ്ടി നിന്നു. ഇന്ന് ചോറാണ് 2 പേരും കൊണ്ടുപോകുന്നത്. മോനെ സോപ്പിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് അവന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സമ്മതം തന്നത്. അവന് ചോറ് ഇഷ്ടമല്ല, അവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ 2 പേർക്കും ചോറാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഒരു കോളിഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ചായേൻ്റെ കൂടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ. അങ്ങനെ കോളിഫ്ലവറൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ആ ഒരു തക്കാളി കറിയും കൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. മോന് ഞാൻ ആ ഒരു കറിപ്പാത്രത്തിലാണ് തക്കാളി കറി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. മോൾക്ക് പിന്നെ ആ ഒരു പാത്രത്തിൻ്റെ ആ ഒരു അടപ്പിലാണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ മോന് ഇന്ന് സ്നാക്സായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഓറഞ്ചാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ റെഡിയാക്കിയെടുത്തു. പിന്നെ 2 പേരുടെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളം ഫില്ല് ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. ആ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി മക്കളുടെ ബാഗിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അവർ യൂണിഫോമൊക്കെ മാറ്റിയിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരെ ബസ് കയറ്റിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് തീർക്കണം. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് തന്നെ അലക്കാനുള്ളതൊക്കെ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നു. ആദ്യം തന്നെ അടിച്ചു വാരിടാൻ വേണ്ടിയിട്ട് നിന്നു. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അടിച്ചു വാരിട്ടാൽ നമുക്കൊരു സമാധാനമാണല്ലോ അല്ലേ. ആരെങ്കിലും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെയാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഈ അടിച്ചു വാരൽ കഴിഞ്ഞാൽ തന്നെ കുറേ ആശ്വാസമാണ് അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കണ്ടോ എവിടെയാണ് കേട്ടോ മോൻ്റെ ടോയ്സൊക്കെ വെച്ചിരിക്കുന്നത്. അവൻ്റെ സ്ഥിരം പ്ലേ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇവിടെ വരുന്ന സമയത്തേ ഉള്ളതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഒരുപാട് കളഞ്ഞു നോക്കിയിട്ടുണ്ട് പക്ഷെ പോകുന്നില്ല. പിന്നെ അതിൻ്റെ ശേഷം ഫുള്ളായിട്ട് ഒന്ന് തുടച്ചിട്ടു, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടു. അങ്ങനെ ക്ലീനിങ്ങുകളൊക്കെ ഒന്ന് തീർന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതിനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടപ്പോഴേക്ക് തന്നെ നമ്മൾ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നതൊക്കെ ഒന്ന് അലക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ബ്ലാങ്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രാവിലെ തന്നെ പോയ സമയത്ത് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തതായിരുന്നു. മക്കളെ സ്കൂളിലേക്ക് വിടാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ അത് ഇട്ട് കൊടുത്തിട്ട് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് വരുമ്പോഴേക്കൊക്കെ അതൊന്ന് അലക്കി റെഡിയായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. അങ്ങനെ ആ ഒരു ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഴയിൽ കൊണ്ട് വന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇനി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നിന്നു. അതിന് ശേഷമാണ് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയത്. കാരണം 1 മണിയാകുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിശപ്പിൻ്റെ വിളി വരും. കാരണം എനിക്ക് തൈറോയിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ 1 മണി സമയമാകുമ്പോൾ ആ ഒരു വിശപ്പിൻ്റെ വിളി വന്നാൽ പിന്നെ
ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ അതാ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അങ്ങനെ അതാ നമ്മളുടെ ആ ഒരു വെണ്ടക്ക കറിയും അതുപോലെ മക്കളുടെ ആ ഒരു കോളിഫ്ലവർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും ആ ഒരു ചൂരമീൻ ഫ്രൈ ചെയ്തതും പിന്നെ നാരങ്ങ അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചായിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഒന്ന് കുറിക്കണമല്ലോ. അപ്പോൾ ഇന്ന് മധുരമൊന്നുമില്ല, അല്പം കടലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് അങ്ങനെ കുറച്ച് പുറത്ത് വന്നിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കടലൊക്കെ കുറിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് സമയം. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എണീറ്റിട്ട് വന്നിട്ട് കുറച്ച് സമയം ഒന്ന് കിടന്നു കേട്ടോ. എന്തോ ഭയങ്കര ക്ഷീണം, അപ്പം അങ്ങനെ കുറച്ച് സമയം ഒന്ന് കിടന്നു. എനിക്കങ്ങനെ പകൽ ഞാനങ്ങനെ ഉറങ്ങാറില്ല, എനിക്ക് ഉറക്കം വരാറില്ല. വെറുതെ ഒന്ന് പോയിട്ട് അങ്ങനെ കിടന്നു. പിന്നെ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ ചെയ്തു. അപ്പോഴേക്ക് മക്കൾ വരാനായി. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് കടികളൊന്നും റെഡിയാക്കുന്നില്ല, കാരണം എന്തോ ഭയങ്കര ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ കടികളൊന്നും റെഡിയാക്കി എടുക്കുന്നില്ല. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാടമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തൈറോയ്ഡ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ തൈറോയ്ഡ് ഉള്ളവർക്ക് അറിയാമായിരിക്കും അല്ലേ, ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ക്ഷീണങ്ങളൊക്കെ വരും. ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തൈറോയ്ഡിൻ്റെ സർജറി കഴിഞ്ഞതാണ്, എന്നാലും ചെറിയ ക്ഷീണമൊക്കെ അങ്ങനെ വരും കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വരുന്ന വരവാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടോ. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, മിക്സ്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കാടമുട്ടയും, അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് ചായ കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.